ടോളിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായി കാണുമ്പോൾ ഇന്ന് ദേശീയപാതയിൽ പുതിയൊരിടത്ത് കൂടി പിരിവ് തുടങ്ങാൻ പോകുന്നു. അത് മലപ്പുറം വെട്ടിച്ചിറയിലാണ് ടോൾ പിരിവ് ഇന്നു മുതൽ തുടങ്ങാനിരിക്കുന്നത്. ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിവ് തുടങ്ങരുത് എന്നാണ് പ്രതിഷേധക്കാരുടെ പക്ഷം. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, ഇന്നിപ്പോൾ വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് തുടങ്ങാനിരിക്കുകയാണ്. വലിയ ഒരു ശക്തമായ പ്രതിഷേധം ഇന്ന് കാണുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ്, അതായത് ദേശീയപാതയുടെ പണി മിക്കയിടത്ത് നമുക്കറിയാം പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് പണി പൂർത്തിയാകാതെ ടോൾ പിരിക്കുന്നതിനെതിരെയാണോ പ്രതിഷേധിക്കുന്നത്? നാട്ടുകാർക്ക് ഉൾപ്പെടെ ഇവിടെ ഈ ടോൾ വരുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ പണി പൂർത്തിയാകാതെ ടോൾ പിരിക്കരുത് എന്നുള്ളതാണ് രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. മലപ്പുറം വെട്ടിച്ചിറയിലാണ് ഈ പ്രതിഷേധമൊക്കെയുള്ളത്. നേരത്തെ നമ്മൾ കാസർഗോഡ് കുമ്പളയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഒളവണ്ണ ഭാഗത്തും ടോൾ പിരിവ് കണ്ടതാണ്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അവർ ഉന്നയിച്ചത് സമാനമായ വിഷയമാണ്. അതായത് ഈ ടോൾ ദേശീയപാതയുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകാതെ ഒരു തരത്തിലും ടോൾ പിരിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിലുള്ള കാഴ്ചയാണ് മലപ്പുറം വെട്ടിച്ചിറയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രാവിലെ 8 മണി മുതൽ തന്നെ ടോൾ അധികൃതർ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നാട്ടുകാരും സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദേശീയപാത 66-ൽ വിവിധ ഇടങ്ങളിൽ റോഡ് പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്നിട്ടും ഇവിടെ ആ പണിയൊന്നും പൂർത്തിയാകാതെ ടോള് പിരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയുന്നത് പോലെ കൂരിയാട് ഭാഗം അത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. കൂരിയാട് റോഡ് സർവീസ് റോഡ് ഇടിഞ്ഞതുൾപ്പെടെയുള്ള വിഷയം. അവിടെ ഇപ്പോഴും പണി നടക്കുകയാണ്. ഈ പണി കാരണം അവിടെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. അതുകൊണ്ട് ആ പണിയൊന്നും പൂർത്തിയാകാതെയാണ് ഇവിടെ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അതൊക്കെ നാട്ടുകാർക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം നിയോജക മണ്ഡലം ഈ ഭാഗത്തു നിന്നും ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതിഷേധവുമായി ഇങ്ങോട്ട് എത്തും എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. അതേസമയം നാട്ടുകാരും വലിയ തോതിൽ പ്രതിഷേധവുമായി ഈ ഭാഗത്തേക്ക് ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നിലയ്ക്ക് വലിയ പ്രതിഷേധമുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ മുസ്ലിം ലീഗ് തിരൂർ നിയോജക മണ്ഡലം, കോട്ടക്കൽ മണ്ഡലമൊക്കെ ശക്തമായ സമര പരിപാടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂരിയാട് ആ റോഡ് പണി പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് വളാഞ്ചേരിക്ക് ഒരു സർവീസ് റോഡ് അത് യാഥാർത്ഥ്യമാക്കുവാനും സാധിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ പണി പൂർത്തിയാകും മുൻപ് തന്നെ ഇങ്ങനെ ഒരു ടോൾ പിരിവ് തുടങ്ങിയതിന് ശക്തമായ രീതിയിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഒന്നാമത് വലിയ റേറ്റാണ് ടോൾ പിരിവുമായി ഉണ്ടാക്കുന്നത്. പണി പൂർത്തീകരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മളാരും ദേശീയപാതയ്ക്ക് എതിരല്ല. കാരണം ഈ നാടിന്റെ വികസനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇത്ര തിടുക്കത്തിൽ ഈ ടോള് നടപ്പിലാക്കേണ്ടതുണ്ടോ എന്നുള്ളത് അധികാരികൾ ഒന്നുകൂടി അത് മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് കോട്ടക്കൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് അതുപോലെ തന്നെ തിരൂർ എല്ലാ സംഘടനകളും ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നവരെ തടയുന്ന തരത്തിലുള്ള സമരങ്ങൾ നടത്തും. കാരണം ഇതിലൂടെ വളാഞ്ചേരിക്ക് പോകുന്ന ഒരു ഇതിന്റെ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. കുറ്റിപ്പുറം പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൂരിയാട് ആ പാലം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അതിലൂടെ അതിന്റെ നിർമ്മാണം പൂർത്തിയാകും മുൻപ് തന്നെ ഇവിടെ ഇത്ര തിടുക്കത്തിൽ ടോൾ പിരിക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ ശക്തമായിട്ടുള്ള സമരം നടക്കുന്നത്. തീർച്ചയായും ഇവരെ ആളുകൾ പറഞ്ഞതുപോലെ ഈ ദേശീയപാതയിലെ നിരവധി ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാതെ ഒരു തരത്തിലും ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കൂരിയാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നത്.